തിരുവനന്തപുരത്ത് ദേശഭക്തി ഗാനത്തോട് അനാദരവ് കാട്ടി CPM. തിരുവനന്തപുരം പാലോട് ക്ഷേത്രോത്സവത്തിനിടയിൽ ദേശഭക്തി ഗാനം പാടിയ പരിപാടിയിൽ CPM നേതാക്കൾ പ്രശ്നം സൃഷ്ടിക്കുകയായിരുന്നു. ദേശഭക്തി ഗാനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന CPM നേതാക്കളുടെ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. അനാദരവ് ചോദ്യം ചെയ്ത BJP RSS പ്രവർത്തകർക്ക് നേരെ CPM ആക്രമണവും ഉണ്ടായി. ബിനീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ബിനീഷ, ഈ ക്ഷേത്രോത്സവങ്ങളിൽ തുടർച്ചയായി ഈ ദേശഭക്തി ഗാനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുകയാണല്ലോ. ഇത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് സംഭവിച്ചത് എന്താണ്? ഈ സംഘർഷത്തിന്റെ കാരണം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ദേശഭക്തി ഗാനം ആലപിക്കുന്നതിൻ്റെ പ്രത്യേകിച്ച് പാലോട് സമീപത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൻ്റെ കാമ്പൗണ്ട് വിട്ട് റോഡിൻ്റെ പരിസരത്ത് ഒരു പരിപാടി ഈ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടത്തി. ആ പരിപാടിയിലാണ് ദേശഭക്തി ഗാനമായ ഗണഗീതം ആലപിക്കുന്നത്. ഗണഗീതം ആലപിക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം CPM പ്രവർത്തകർ ഈ സ്റ്റേജിലേക്ക് തള്ളിക്കയറി എത്തുന്നതും തുടർന്ന് ഈ തള്ളിക്കയറി എത്തി അവിടെ പാടാനിരിക്കുന്നവരെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം CPM പ്രവർത്തകർ നടത്തുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. അവർ പാടിക്കൊണ്ടിരിക്കുന്നു. CPM പ്രവർത്തകർ ഈ സ്റ്റേജിലേക്ക് ചാടിക്കടന്നെത്തി പാടാൻ അനുവദിക്കില്ല എന്ന ഒരു പ്രശ്നം സൃഷ്ടിക്കുകയാണ്. അത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആ സമയത്ത് CPM പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന RSS BJP പ്രവർത്തകരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് ഇന്ന് രാവിലെയോടുകൂടി സംഭവിച്ചത് പോലീസ് ഏകപക്ഷീയമായ ഒരു കേസ് പാലോട് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ ഏകദേശം 6ഓളം RSS BJP പ്രവർത്തകരെ പോലീസ് നിലവിലെ സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ CPM പ്രവർത്തകരെ ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിൽ ഏകപക്ഷീയമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ആരാണ് പരിപാടി നടന്ന സമയത്ത് ആ സ്ഥലത്തെത്തി ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിച്ചത് എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇതുവരെയും ഈ CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാനോ കേസ് നടപടികളുമായി മുന്നോട്ട് പോകാനോ പോലീസ് തയ്യാറായിട്ടില്ല. ഏകപക്ഷീയമായ ഒരു നടപടി മാത്രമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് RSS പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ രണ്ട് സൈഡിലും പ്രത്യേകിച്ച് ഇരുഭാഗങ്ങളുടെ നേർക്കും കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു നിമിഷം തുടരൂ, നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് ഒരിക്കൽ കൂടി കാണാം. അതിനുശേഷം ബിനീഷിലേക്ക് എത്താം. ബിനീഷ് തുടരുകയാണ്. ബിനീഷ്, മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാലോട് നടന്നിരിക്കുന്ന ഈ അക്രമത്തിന് പിന്നിൽ ഈ പകൽ CPM-ഉം രാത്രിയാകുമ്പോൾ SDPI-യും ആകുന്ന ഒരു പ്രതിഭാസം നമ്മുടെ സംസ്ഥാനത്തുണ്ടല്ലോ. അങ്ങനത്തെ ചില മഹാന്മാരും ഈ പ്രശ്നത്തിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ CPM-ന്റെ നേതാക്കൾ CPM-ന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേദിയിലേക്ക് കയറിയിരിക്കുന്നത്. വേദിയിൽ കയറി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ഒരു പൊതുസ്ഥലത്ത് ഒരു പരിപാടി ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുമ്പോൾ അവിടെ ദേശഭക്തി ഗാനം ആലപിക്കുമ്പോൾ ആ ദേശഭക്തി ഗാനം ആലപിക്കാൻ അനുവദിക്കില്ല എന്ന കരഘോഷം മുഴക്കിക്കൊണ്ട് എത്തുന്ന CPM നേതാക്കളെയാണ് കാണുന്നത്. അത് തന്നെ പോലീസിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് അവിടെ പരിപാടി നടത്താനുള്ള അനുമതി പോലീസിൽ നിന്ന് വാങ്ങിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തുന്നത്. ആ പരിപാടിക്കിടയിലാണ് ഇത്തരത്തിൽ CPM പ്രവർത്തകർ അതിക്രമിച്ച് കയറി അവിടെ ദേശഭക്തിഗാനമായ ഗണഗീതം പാടാൻ അനുവദിക്കില്ല, പരമപവിത്രമാം ഈ മണ്ണിൽ എന്ന ആ ഒരു ഗണഗീതമായിരുന്നു പാടാൻ തുടങ്ങിയത്. പാടിത്തുടങ്ങിയ സമയത്ത് അനുവദിക്കില്ല എന്ന് കരഘോഷം മുഴക്കിക്കൊണ്ട് CPM പ്രവർത്തകർ ആ വേദിയിലേക്ക് എത്തുന്നു. പാടുന്നത് നിർത്തട എന്നൊക്കെ അവർ മുറവിളി കൂട്ടുന്ന ഒരു ശബ്ദവും ഈ ദൃശ്യങ്ങൾക്കിടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ CPM-ന്റെ നേതൃത്വത്തിൽ പ്രാഥമികമായി ആക്രമണം അഴിച്ചുവിടുന്നു. ആ ആക്രമണം അഴിച്ചുവിട്ടതിന് തൊട്ടു പിന്നാലെ BJP RSS പ്രവർത്തകരെ അവർ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിൽ പോലീസ് കേസെടുക്കാതെ പക്ഷേ CPM പ്രവർത്തകരെ BJP RSS പ്രവർത്തകർ ആക്രമിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് RSS പ്രവർത്തകരെ BJP പ്രവർത്തകരെ RSS പ്രവർത്തകരെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അത്തരത്തിലുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. പോലീസിൻ്റെ ഏകപക്ഷീയമായ നടപടിക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം ആ പ്രദേശത്ത് പരിപാടി നടത്തുന്നു, പരിപാടിയിൽ അതിക്രമിച്ച് CPM പ്രവർത്തകർ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം വീണ്ടും അവർ അതിക്രമിച്ച് അത്തരത്തിലുള്ള ഒരു പ്രശ്നം സൃഷ്ടിച്ച് ഈ വേദിയിൽ നിന്ന് അവരെ പോലീസ് തന്നെ ഇറക്കി വിടുന്നു. അതിനുശേഷം പോലീസ് ഇറക്കിവിട്ട് അവരെ അവിടെ നിന്ന് പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും ഗണഗീതം ഇവരുടെ പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ സംഘാടകർ ഗണഗീതം പാടിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് വീണ്ടും അത്തരത്തിലുള്ളൊരു അക്രമം നടത്തുന്നത്. അപ്പോഴും പോലീസ് അവിടെ നോക്കുകുത്തിയാകുന്നു. പോലീസ് അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആരാണ് ആക്രമണം നടത്തിയത് എന്ന് സംബന്ധിച്ച് പോലീസിന് കൃത്യമായ ധാരണയും പോലീസ് ദൃക്സാക്ഷിയാകുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നിലവിൽ രാവിലെ ആകുമ്പോൾ ഈ വിഷയത്തിൽ കേസ് BJP RSS പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്യുകയാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം CPM പ്രവർത്തകരെ BJP RSS പ്രവർത്തകർ ആക്രമിച്ചു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം ചൂണ്ടിക്കാണിച്ച് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. പക്ഷേ പ്രാഥമികമായി പോലീസിന് ആദ്യഘട്ടത്തിൽ തന്നെ ഈ വിഷയത്തിൽ CPM പ്രവർത്തകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും ഏകപക്ഷ നടപടിയിലേക്ക് പോലീസ് കടന്നതിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്. എന്തായിരുന്നാലും പോലീസിൻ്റെ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഈ CPM പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് അവിടെയുള്ള സംഘപരിവാർ സംഘടനകളുടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം. ഓക്കെ ബിനീഷ്, എന്തായാലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ ദേശഭക്തി ഗാനങ്ങൾ ക്ഷേത്രത്തിൽ ആലപിക്കുമ്പോൾ അവിടെ CPM പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം പാലോടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. പരമപവിത്രമിതാമീ മണ്ണിൽ എന്ന ദേശഭക്തി ഗാനം ക്ഷേത്രത്തിൽ ആലപിക്കുന്ന ഘട്ടത്തിൽ CPM ക്രിമിനലുകൾ അവിടെ വേദിയിലേക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് ജനം TV-ക്ക് ലഭിച്ചത്. ബിനീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.